അതേസമയം IB ഉദ്യോഗസ്ഥരെ റെയിൽപാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന കേസിൽ പ്രതിയായ മുൻ IB ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ആധുനിക കാലത്ത് ഒരാൾക്ക് എങ്ങനെ 2 മാസം ഒളിവിൽ കഴിയാനാകുമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആരാഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയിക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി പിരിച്ചുവിടപ്പെട്ട IB ഉദ്യോഗസ്ഥൻ സുകാന്ത് സുമേഷ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി വിധി പറയാനായി 26ലേക്ക് മാറ്റി. അന്ന് വരെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സുകാന്ത് മറ്റൊരു സഹപ്രവർത്തകയുമായി ബന്ധത്തിലായിരുന്നുവെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാമെന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും കോടതി പരിശോധിച്ചു. വഞ്ചനയും ആത്മഹത്യാ പ്രേരണ കുറ്റവുമുള്ള വ്യക്തമായ കേസാണെന്ന് സർക്കാർ വിശദീകരിച്ചു. ഒരുമിച്ചാണ് താമസിച്ചിരുന്നതെങ്കിലും മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലം IB ഉദ്യോഗസ്ഥ അതീവ മാനസിക വിഷമത്തിലായിരുന്നെന്ന് അവർ ജീവനെടുക്കാൻ കാരണം അതാകാമെന്നും ഹർജിക്കാരൻ അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒളിവിൽ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു.